ഹായ്, നമുക്കിന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ 300 ഗ്രാം ബീഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 12 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ പീസ് ചതച്ചതാണ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, തക്കാളി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ബീഫ് എടുക്കുക. ബീഫിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുക. ബീഫ് വേവിക്കുന്നതിനായി ഞാൻ ഇട്ട സാധനങ്ങൾ: 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചട്ടി നന്നായി ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 സ്പൂൺ ഉലുവ, പെരിഞ്ജീരകം ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണ്, അത് ഏകദേശം ഒരു 1/4 സ്പൂൺ. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, സവാള എന്നിവ ഇട്ട് നന്നായി വഴറ്റാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികമാവണ്ട, കാരണം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി വളരെ ചെറിയൊരു കഷ്ണമാണ് എടുത്തത്. ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഇത് നന്നായി വഴറ്റുക. ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഒരു കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് നന്നായി ഉടയ്ക്കാം. ഉടച്ച ശേഷം ഇനി എല്ലാ പൊടികളും കുറച്ച് വീതം നമുക്കിടാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്, മല്ലിപ്പൊടി, മുളക് പൊടി, അല്പം കുരുമുളക് പൊടിയും ചേർക്കാം. അതിനുശേഷം നമുക്കല്പം ഗരം മസാല ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാം. ബീഫ് ഇട്ട് നന്നായി ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. വെള്ളം നന്നായി വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും വിതറാം. അല്പം കുരുമുളക് ചതച്ചത് നമുക്ക് മേലെ വിതറാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.